ഹായ്, എന്താ പാട്? സുഖല്ലേ? എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അതുപോലെ തന്നെ നബിദിനമായി. ഞാൻ അങ്ങനെ ആലോചിക്കണേ, ഈ നബിദിനം ഓണമൊക്കെ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള എങ്ങനെയാണെന്നുള്ളത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാക്കാൻ കൂടിയായിട്ടാണ് ഈ നബിദിനം ഓണവും പാടെ ഒരുമിച്ച് വന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അമ്പലത്തിൽ പായസം കൊടുക്കുന്നതും പള്ളിയിൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പായസമായിട്ടും അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ മിഠായി ആയിട്ടൊക്കെ കൊടുക്കുന്നത്. അതായത് ദൈവങ്ങൾ പോലും ഇക്കാര്യത്തിൽ ഭയങ്കര ഒരുമയാണ് എന്ന് ഉള്ള ഒരു ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു കാര്യം. പക്ഷേ ഇനിയിപ്പോൾ കുറച്ച് മൂല്യന്മാരിറങ്ങാണ്ട് എന്തറിയോ, ഓണം നമുക്ക് ഹറാമാണ്, ഓണം അങ്ങനെ ആക്കരുത് ഇങ്ങനെ ആക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പച്ചക്കണ്ട് പറയും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതരം മതസ്ഥരെ, അതായത് മറ്റുള്ള മതസ്ഥരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾ പ്രസംഗത്തിൽ ഒരുപാട് പറയുന്നതുമാണ്. പക്ഷെ ഇങ്ങനത്തെ ആഘോഷങ്ങൾ വരുമ്പോൾ നിങ്ങൾ കർശനമായിട്ടും ഭയങ്കര ശക്തിയായിട്ടും വിമർശിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാവരും അല്ല, ചില മൂല്യന്മാർ ആ ഒരു സമയത്ത് മാത്രം അങ്ങോട്ട് പൊടി തട്ടി ഇറങ്ങും. എന്നാൽ ഓലെ മുന്നിലൂടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഓലോട് ചോദിച്ച പോലെ ഉറങ്ങായിരിക്കും. ഈ ഓണത്തിനെ കുറിച്ചിട്ട് ഇവർ പറയുന്ന കാര്യങ്ങളിൽ, അതായത് അവർ വിചാരിക്കുന്നത് എന്താ, ഞാനൊരു ഉസ്താദാണ്, ഞാനൊരു മൂല്യരാണ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അതിൻ്റെ തെറ്റും ശരി അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന്. എല്ലാവർക്കും അറിയാം, മുസ്ലിം മതത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ള മതസ്ഥരെ ആഘോഷങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ അവരുടെ വിശ്വാസങ്ങളെ അവർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ അവർ വാ ഓണത്തിന് ഇന്ന് എൻ്റെ വീട്ടിൽ സദ്യ എന്ന് പറഞ്ഞാൽ നമുക്കത് പോയി കഴിക്കാം. അതിനൊന്നും ഇസ്ലാം എവിടെയും വിലക്ക് പറഞ്ഞിട്ടില്ല. അവരുടെ വിശ്വാസമാണ് അവർ. ഇപ്പം നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ പെരുന്നാൾക്ക് ഒരാളെ വിളിച്ചു കഴിഞ്ഞ് ഭക്ഷണം കൊടുത്തു വെച്ചിട്ട് ഒന്നും പറ്റാല്ല. ഇതൊന്നും സൃഷ്ടാക്കൾക്ക് ഇല്ലാത്ത പ്രശ്നമാണ്. ഈ കുറച്ച് മൂല്യന്മാർക്കായിട്ടും മതമാരി എന്താ പറയുക പള്ളിയിലച്ചന്മാർക്കായിട്ടും ഒക്കെ ഈ ഓണത്തിന്റെ സീസണിലും നബിദിനത്തിന്റെ സീസണിലും പെരുന്നാളിന്റെ സീസണിലും ഒക്കെ ഇറങ്ങുന്ന ഓരോ വിഭാഗങ്ങളുണ്ട്. ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു തരാം, അത് നിങ്ങൾ കണ്ടു നോക്കി. ഞാൻ ഇപ്പൊ എന്താ കണ്ടോണ്ടാണ് ഈ കോണ്ടന്റ് ചെയ്യാനുള്ള കാരണം. ചവിട്ടിത്താഴ്ത്തി പാതാളത്തിലേക്ക് ഈ അസുരനെ വിടുന്നതിന് മുൻപ് ഒരാഗ്രഹം, വർഷത്തിൽ ഒരിക്കൽ എനിക്ക് പാതാളത്തിൽ നിന്ന് വന്ന് എന്റെ പ്രജകളെ ഒന്ന് കണ്ടിട്ട് പോകണം. കാണാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച. നമ്മളെല്ലാം സെറ്റ് മുണ്ടുമുടുത്ത് അത്തപ്പൂക്കളമിട്ട് ഇവനെ സ്വീകരിക്കാനിരിക്കണം. നമ്മുടെ പിതാക്കന്മാർക്ക് അക്ഷരം അറിയാത്തത് കൊണ്ടല്ല ഇതിനെയൊക്കെ നോന്ന് പറഞ്ഞത്. ആത്മനിറവ് പ്രാപിച്ച ദൈവമൈതരെ, ഇതൊക്കെ ആചരിച്ച് ഒഴുക്കിനൊത്തൊഴുകുന്ന നിനക്ക് സ്വർഗം കാലി കടന്നാലും ഈയക്കട്ടി പറന്നു കയറിയാലും നിത്യതയ്ക്ക് അർഹതയില്ലെന്ന് വചനമോ. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം ഒന്നുകൂടെ, ഇനി ഓണക്കളിക്കൊന്നും പോകരുത്, ക്ലബിലെ പരിപാടിക്കൊന്നും പോകരുത്, വടംവലിക്കൊന്നും, നമുക്ക് തവയ്ക്കകത്ത് വടംവലിയുണ്ട്. കേട്ടോങ്ങളെ, ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ സംഭവം എന്നറിയോ? അതായത് അമ്പലത്തിൽ പോകാൻ പറഞ്ഞാൽ പോകൂല, പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ പോകൂല, കുർബാനക്ക് പോകാൻ പറഞ്ഞാൽ പോകൂല. എന്നാൽ എന്തെങ്കിലും ആഘോഷങ്ങൾ വന്ന പോലൊക്കെ ഭയങ്കര മതവിശ്വാസികളായിരിക്കും. അതെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വെക്കണം. കാരണം എന്താ അറിയോ, 2026 ഇപ്പോഴും നിങ്ങൾ പഴയ കാലഘട്ടത്തെ പോലെ ഇന്നത്തെ പിള്ളേരോട് പോയിട്ട് പിന്നെ ഓണം ആഘോഷിക്കരുത്, ക്രിസ്മസ് ആഘോഷിക്കരുത്, പെരുന്നാൾ ആഘോഷിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ അധികം ചെയ്യുക. മനസ്സിലായോ? ഇപ്പോൾ 2 ദിവസം മുമ്പ് തട്ടിട്ടിട്ട് ഡാൻസ് കളിച്ചതിനെ കുറിച്ചിട്ട് സ്ത്രീ പറഞ്ഞു. അതിനാൽ എന്തായി, പിന്നെ അവിടുന്ന് ഇങ്ങോട്ടില്ല, ഓണത്തിന് ഫുള്ള് ഈ ഇപ്പോൾ അത്തം 10 തിരുവോണം, അത്തത്തിനാണ് തുടങ്ങിയതാ, അത്തം 1 തുടങ്ങിയതാ തട്ടിട്ടില്ല ഡാൻസും പാട്ടും കൂത്തും. അപ്പോൾ സ്വയം മൂല്യന്മാരെ ഏറിപ്പോകുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെ ഇനി നിർത്തുക എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലത് പറയേണ്ടതെന്നല്ല, നിങ്ങൾക്ക് നല്ലത് പറയാനുള്ളത് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കി. എങ്ങനെ അറിയോ, ഈ പിന്നെ അത്ഭുതങ്ങളിലുള്ള കൊടിമരം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകളുണ്ടല്ലോ നമ്മളെ നാട്ടിൽ കൂടെ, പടച്ചോന് പടച്ചോനേക്കാട്ടിലും, അതായത് പടച്ചോന്റെ മുകളിൽ വെച്ചിട്ടുള്ള കുറെ മൗലികന്മാരുണ്ട് ഇവിടെ. മറ്റേ ഓരോ ആളുകളെ കുറിച്ചിട്ട് മുസ്ലിം സമുദായത്തിന് നിങ്ങൾ ഓല പൊയ്ക്കോളി, ഹജ്ജ് ചെയ്തതിനേക്കാളും കൂലിയാണ് ആ കൊടിമരം കുത്തിയാല്. അതേമാതിരി ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് ഒരു ഇത്ര പോന്നൊരു തേനും കുപ്പി 2 ലക്ഷത്തിന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നേരെ സ്വർഗത്തിക്കാണ്. അതുപോലെ തന്നെ അള്ളാനെ നിയന്ത്രിക്കുന്നതും വിമാനം നിയന്ത്രിക്കുന്നതും ഹെലികോപ്റ്റർ നിയന്ത്രിക്കുന്നതും അങ്ങനത്തെ മൂല്യന്മാർ ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഇതിനൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദ്യം ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഓലെ വിളിച്ചിട്ട് എവിടെയാണ് ഇത് സംഭവം, എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണിച്ചിരുന്നത്. ഈ മുസ്ലിം സമുദായത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇവരൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അതിനെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഇവരിപ്പോൾ ഒരു കോളേജിലോ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഒരു മറ്റേ ഹിന്ദുവിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചതിന്, അതല്ലെങ്കിൽ ഒരു മുസ്ലിമിൻ്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിൻ്റെ ഒക്കെ കഴിച്ചതിന് നിങ്ങൾ അതൊക്കെ ഇത്ര ഹൈപ്പാക്കിയെടുത്ത് വലിയ സംഭവമാക്കിയെടുത്ത് പറഞ്ഞിട്ട്, സത്യത്തിൽ നിങ്ങളൊക്കെയാണ് ഇവിടെ ഏറ്റവും വലിയ
മതത്തിനെതിരെ സംസാരിക്കുന്ന ആളുകളും എന്താ വിദ്വേഷം പരത്തുന്ന ആളുകളും ഇന്നത്തെ മക്കളെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞ ഇരട്ടി ചെയ്യും. പിന്നെ എന്താ പറഞ്ഞിട്ട് കാര്യം? സ്വയം ഏറി പോകാതെ മാക്സിമം നിങ്ങൾ ശ്രമിക്കൊണ്ടും മൊലിയന്മാരെ, അച്ഛന്മാരെ, സ്വാമിമാരെ എല്ലാവരോടും പറയുന്നത്. സ്വാമിമാരെ എന്നുള്ളൊരു വിഭാഗമില്ല, യഥാർത്ഥ സ്വാമി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പറയില്ല. പിന്നെ പറയുന്നത് മുഴുവൻ സംഘികളാ. അത് പണ്ടാരോ പറഞ്ഞ മാതിരി തീട്ടം കഴിക്കാൻ നന്നാവൂല. അതേമാതിരിയാണ് സംഘികളുടെ അവസ്ഥ. അത് നമ്മൾ നന്നാക്കിയിട്ട് എത്ര കഴിയാലും അടിയിൽ കൂടെ ഒക്കെ തന്നെയാക്കാരം. അതുകൊണ്ട് അതിന്റെ കാര്യം ഞാൻ പറയുന്നില്ല. ക്രിസ്ത്യാനികളുടെ ഭാഗത്തുനിന്നും മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്നും വരുന്ന ഇതാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. പള്ളിയിലച്ചന്മാരും ഈ മൗലവിമാരും അത് പച്ചക്ക് പറയും. ഒരു പ്രസംഗം എങ്ങനെ, അതല്ലെങ്കിൽ ഒരു മറ്റേ സ്വന്തം മുസ്ലിങ്ങളോട് മാത്രം പറയുകയാണെങ്കിലും ഇത് പുറത്തു പോകൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതും മാന്യതയുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക. കുറേ മൗലവിമാർ ഇറങ്ങിയിട്ടുണ്ട് ഓണത്തിന് എന്താ പറയാ, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിമർശിച്ചും കൊണ്ട് ഇത് പറഞ്ഞ് തീരുമ്പോഴത്തേക്ക് ഇവര് വീണ്ടും ചെയ്യും. ഞാൻ അങ്ങനത്തെ മൗലവിമാരോടാ പറയുന്നത്, നിങ്ങൾ ആദ്യം ഇവരൊക്കെ ഒന്ന് പോയിട്ടൊന്ന് കിട്ടുമോ നോക്കി. ആരെ? നമ്മളെ വളയും മാലയും ഒക്കെ ഉരി വാങ്ങുന്ന ടീമില്ലേ, അങ്ങനത്തെ കള്ളന്മാരെ കിട്ടുമോ നോക്കി. ഓലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെതിരെ ഒന്ന് സംസാരിക്കും. എന്താ അപ്പൊ നിങ്ങൾക്ക് സ്വർഗം വേണ്ടേ? ഇത്രയും ഇത് നിങ്ങൾക്ക് അറിയാലോ, ഇതൊക്കെ കള്ളത്തരാണ് ഇവിടെ നടക്കണമെന്നുള്ളത്. ഏറ്റവും കൂടുതൽ മറ്റെന്താ പറയുക നിരീശ്വരവാദികൾ ഉണ്ടാവുന്നത് തന്നെ ഇതുപോലുള്ള മൗലവിമാരുള്ളത് കൊണ്ടാണ്. നല്ല എത്രയോ മൗലവിമാരുണ്ട്. അവര് ഒരു ഓണപരിപാടിക്ക് പങ്കെടുക്കേണ്ട രീതിയും അതല്ലെന്നുണ്ടെങ്കിൽ അത് പങ്കെടുത്താൽ എന്താ, പങ്കെടുത്തില്ലെങ്കിൽ എന്താന്നുള്ളത് മാന്യതയുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുന്ന എത്രയോ മൗലവിമാരുണ്ട്. എനിക്കും അത് അറിയാവുന്ന വിഷയം. എന്നിട്ടും ഞാൻ ഇത് പറഞ്ഞ എന്താ അറിയോ, ഈ സീസണിൽ മാത്രം പൊന്തി വരുന്ന കുറച്ച് മൗലവിമാരുണ്ട്. ഓർക്ക് പറയാനുള്ള ഇതായിരിക്കും. മറ്റേ ഓണാഘോഷത്തിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഓണാഘോഷത്തിന് ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തെറ്റാണെന്ന് അവർക്കും അറിയാം. എങ്ങനെ? ഓണത്തിന് പോയി എന്നല്ല, ഓണത്തിന് പോകാതെ തന്നെ ഒരു മുസ്ലിം പെണ്ണ് മുഖം മറക്കാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇസ്ലാമിൽ തെറ്റാണ്. അതൊന്നും ഇപ്പോൾ തെറ്റാണ് അല്ലെ ശരിയാണെന്ന് അറിയാത്ത ടീമൊന്നും അല്ല അവര്. അറിഞ്ഞും കൊണ്ട് അവരത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞു വെച്ചിട്ട് നന്നാവൂല. നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ സ്വന്തം മതത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ അത് പബ്ലിക്കിൽ വരാണ്ട് നോക്കുക. മതം പഠിപ്പിക്കുമ്പോൾ കഴിയുന്നത് പബ്ലിക്കിൽ വരാതിരിക്കുക. കാരണം പണ്ട് 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു മൂലര് മറ്റേ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ക്ലാസ് പിന്നെ ഓൺലൈൻ വഴിയൊക്കെയാണ് അന്ന് അയാൾ എടുത്തിരുന്നത്, കൊറോണ ടൈമില്. അത് ഈ ഇടയായിട്ടാണ് വൈറലായത്. അത് വൈറലായത് സ്വർഗത്തില് കള്ളിന്റെ പൊയണ്ട്, മറ്റേ ഇതിന്റെ പൊയണ്ട്, പാലിന്റെ പൊയണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്നിട്ട് നടൻ സലീം കുമാർ അടക്കം ഇരുന്നിട്ട് അതിനെ ട്രോൾ ചെയ്യിക്കണം. അയാൾക്കത് പിന്നെ ക്ലാസ്സിൽ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയക്ക് പോകില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. കുട്ടികൾക്ക് എടുത്തുകൊടുക്കുന്ന രീതിയിലാണ് അയാൾ എടുത്തുകൊടുത്തത്. പക്ഷെ അത് പുറത്തു വന്നപ്പോൾ പിന്നെ അവിടെ കുട്ടികളില്ല, അയാളും ഇസ്ലാമും മാത്രമായി മാറി. ആ മൗലിയർ ഇന്നും എയറിലാണ്, ഇങ്ങനെ പാഞ്ഞും കൊണ്ട് കിടക്കണതാണ് യൂട്യൂബ് കൂടി ഫേസ്ബുക്ക് കൂടിയൊക്കെ. അപ്പൊ അതല്ല ഞാൻ പറഞ്ഞ വിഷയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് എടുത്തോളൂ. അത് മാന്യമായിട്ടും അതിന്റെ സത്യസന്ധതയിലും. ഇനിയിപ്പോ മറ്റുള്ള മതക്കാർ കേട്ടാല് അവർക്ക് എന്താ ഇവരിങ്ങനെയാണ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ മാനസിക വിഷമം ഇല്ലാത്ത രീതിയിലും പറഞ്ഞു മനസ്സിലാക്കുക. നീ ഈ ഓണം അങ്ങോട്ട് കഴിഞ്ഞ് ഞങ്ങൾ തുടങ്ങിക്കോളി, മലാക്ക് വയലായിരിക്കും. അതേമാതിരി അച്ഛമ്മ ഇപ്പൊ തന്നെ തുടങ്ങിക്കോളും. അച്ഛപ്പ 2 ദിവസം മുമ്പായിട്ട് തുടങ്ങിക്കോളുണ്ട്. എന്ത് ഇങ്ങോട്ട് വരട്ടെ, നമ്മളെ പൂർവീകർ അങ്ങനെ. അതിന്റെ അടിയിൽ കൂടെ നമ്മളെ വിശകലല്ലേ, വിശകലം പറയണ്ട ഓണം ഞങ്ങളതല്ല എന്നൊക്കെ. ഇനിയിപ്പൊ അതെന്താ ചെയ്യാന്നറിയില്ല. ആ അൻസാരി ഉസ്താദിനൊക്കെ മറ്റേ അൻസാരി ഉസ്താദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാം, ഇന്ന് വരെ ഒരു വർഗീയത അതല്ലെങ്കിൽ ഒരു മതക്കാരെ ഒരു മോശത്തരം പറയാത്ത മനുഷ്യനാണ്. ആ മനുഷ്യനടക്കം കാണിച്ചു വെച്ചിരിക്കണ കണ്ടോ, എന്ത് കുരങ്ങന്റെ മറ്റേ മുഖം എടുത്തിട്ട് വെച്ചിക്കുക. അതായത് ആശയം കൊണ്ട് നേരിടാൻ കഴിയൂല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സംഘികൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ. അപ്പൊ അവര് കാണിച്ചു കൂട്ടിക്കോട്ടെ. അവര് സ്വന്തമായിട്ട് അമ്പലത്തിൽ തന്നെ അവരെന്നെ വിസർജനം എടുത്തെറിഞ്ഞ ആളുകളാ. എന്തിനാ? മറ്റുള്ളവരെ മേലിലേക്ക് അത് ഇടാൻ വേണ്ടിയിട്ട്. അത് CCTV നോക്കി പിടിച്ചപ്പോൾ അത് അവരെന്നെയായിരുന്നു. അപ്പോൾ അത്രയും വലിയ വിശ്വാസികളാ, അവരുടെ അമ്പലത്തിൽ തന്നെ അവരത് ചെയ്തപ്പോ. അതുകൊണ്ട് ഇപ്പൊ ഇന്നലെ ദേവൻ പറഞ്ഞ പോലെ എന്താ പറയാ, ഹിന്ദുക്കൾക്ക് വരെ ഈ സംഘികളിലെ ഒരു ഉൾഭയം വന്നപ്പോഴും അവരുടെ ഈ ഒരു കാഴ്ചപ്പാടിന്. അപ്പോൾ അതൊക്കെ ഈ കേരളത്തിലാവും കൊണ്ട് നടക്കുകയാണ്. അപ്പൊ ആ കേരളത്തിൽ ഈ ഓണപരിപാടി എന്ന് പറഞ്ഞ് നിങ്ങൾ വെക്കുന്ന പ്രസംഗം, അതിന് നിങ്ങളെ നാവിനെ സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പറ്റുവെച്ചെങ്കിൽ ഈ കള്ളന്മാരെയൊക്കെ എന്തെങ്കിലും തീരുമാനം ആക്ക്. കാരണം എന്താ അറിയോ,
നമുക്ക് ഓണത്തിന് കുട്ടികൾ പോയിട്ട് മറ്റേ ഒരു ഡാൻസോ അല്ലെങ്കിൽ ഒരു പാട്ടോ കളിച്ചിനേക്കാൾ വലിയ തെറ്റാണ് ഇവർ ചെയ്യുന്നത്. പടച്ചോനെയും ഇസ്ലാമിനെയും മുൻനിർത്തിയിട്ടാണ് ഇവർ നടത്തി പോണ പിരിവും പിന്നെ തട്ടിപ്പും മുഴുവൻ. അതിന് ആർക്കെങ്കിലും നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ ധൈര്യമുണ്ടോ? നിങ്ങൾ ചെയ്യും. ഇതൊക്കെ നമുക്ക് അടുത്ത കൊല്ലവും സംസാരിക്കാം. ഇക്കൊല്ലം നിങ്ങൾ ഇതൊന്നും തുടച്ചു മാറ്റി കാണിച്ചേരി. ഏത് ഈ കള്ളന്മാരെ, നിങ്ങൾക്ക് എത്ര മൂല്യന്മാരുണ്ട് യഥാർത്ഥം എന്നുള്ളത് ഞങ്ങളൊന്ന് കാണട്ടെ. അപ്പം എന്നാ ശരി. ഇത് നല്ല മൂല്യന്മാരെ അല്ലെങ്കിൽ നല്ല വിശ്വാസികളെ ഒന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇതിനായിട്ട് ഇറങ്ങി തിരിച്ച കുറച്ച് ടീമുണ്ട്, ഓലോടാ പറയുന്നത്. എന്നാ ശരി. അപ്പോൾ ഹാപ്പി ഓണം.